വിവോയുടെ വിവോ S17 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിവോ S17 സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. വിവോ S17, S17t അതുപോലെ തന്നെ S17 പ്രോയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ S17 സീരീസിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഫോണുകളിലും 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റെസൊല്യൂഷൻ വരുന്നത് 2800x1260 ആണ്. പിന്നെ ഈ 3 ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും എടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ ഫോണുകളിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. ഇതിൽ വിവോ S17 പ്രോയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1300 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ 2260 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. ഈ ഫോണുകളിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ S17 അതുപോലെ തന്നെ S17t എന്നീ ഫോണുകളുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 186 ഗ്രാമാണ്. പ്രോ വെർഷൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 188 ഗ്രാമാണ്. പിന്നെ 3 ഫോണുകളുടെയും തിക്നെസ് വരുന്നത് 7.46 mm ആണ്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത് പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണ്. വിവോ S17ൽ സ്നാപ്ഡ്രാഗൺ 770G+ എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 17tയിലോട്ട് വരുമ്പം മീഡിയാടെക് dimensity 8050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 17 പ്രോയിലോട്ട് വരുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് dimensity 8200 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 3 ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ S17ലും അതുപോലെ തന്നെ 17 പ്രോയിലും ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ ഈ 2 ഫോണുകളിലും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. S17tയിൽ 12GB റാമും 256GB ഇൻറ്റേർണലാണ് വരുന്നത്. ഇതിൽ S17ലും അതുപോലെ തന്നെ 17tയിലും LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. 512GB ഇൻറ്റേർണൽ വെർഷനിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിട്ടുണ്ട്. 17 പ്രോയിൽ LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണുകളിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3 ഫോണുകളും വരുന്നത് Android 13 ബേസ് ആയിട്ടുള്ള ഒറിജിൻ OS സോഫ്റ്റ്വെയറുമായിട്ടാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ S17 അതുപോലെ തന്നെ S17t എന്നീ ഫോണുകളുടെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഫോണുകളിലും 50 മെഗാ പിക്സലിൻ്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സാംസങ് GN5ൻ്റെ സെൻസറാണ്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 2 ഫോണുകളിലും 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. S17 പ്രോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലും 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൽ സോണി IMX766Vയുടെ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിലും 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മൂന്നാമത് 12 മെഗാ പിക്സലിൻ്റെ f1.98 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് സോണി IMX663യുടെ സെൻസറാണ്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 ഫോണുകളിലും സെയിം ആയിട്ടുള്ള സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 3 ഫോണുകളിലും 50 മെഗാ പിക്സലിൻ്റെ സാംസങ് JN1ൻ്റെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഫോണുകളിലും സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് വരുന്നത്. 3 ഫോണുകളിലും 4600 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ വിവോ S17 എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2499 yuan എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 29,100 രൂപ പ്രൈസ് റേഞ്ചിൽ. S17t എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2999 yuan എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 34,900 രൂപ പ്രൈസ് റേഞ്ചിൽ. S17 പ്രോ എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3099 yuan എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 36,100 രൂപ പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ S17 സീരീസിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പ്രൈസിങ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്ത പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മിക്കവാറും വിവോ S17 സീരീസിലായിട്ടായിരിക്കില്ല ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് എത്തുക. മിക്കവാറും വിവോയുടെ V29 സീരീസിലായിട്ടായിരിക്കും ഈ ഫോണുകൾ എത്തുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇതിൽ വിവോ S17 പ്രോ എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം വിവോ V29 പ്രോ എന്ന പേരിൽ വന്നേക്കാം. എന്തായാലും വിവോയുടെ S17 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസിങ്ങും വലിയ തരക്കേടില്ലാത്തൊരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും വിവോ S17 സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിൽ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും വില കൂടാൻ ചാൻസ് ഉണ്ട്. S17 പകരം വരുന്ന ഫോൺ ചിലപ്പം ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. അതുപോലെ തന്നെ S17tക്ക് പകരം വരുന്ന ഫോൺ ചിലപ്പം
ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. അതുപോലെ തന്നെ S17 പ്രോക്ക് പകരം വരുന്ന ഫോൺ ചിലപ്പം ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.